ചെയ്യുകയാണ്. നിങ്ങളുടെ പാട്ടും കലാപരിപാടികൾ കണ്ടപ്പോൾ ഇതൊരു വൺ ഡേ പരിപാടി ആക്കിയാൽ കൊള്ളാമെന്നാണ് തോന്നുന്നത്. വലിയ കലാകാരന്മാർ നമുക്ക് നമ്മുടെ അഡ്മിൻ ടീമുകൾ ഇപ്പോഴേ തന്നെ പ്ലാൻ ചെയ്യുക. നമ്മൾ ഓണം വരുന്നതുകൊണ്ട് നമ്മൾ വലിയ രീതിയിൽ അത് നടത്തണം ഇപ്രാവശ്യം. നിങ്ങൾ ഇപ്പോഴും ഏൽപ്പിച്ചേക്കാണ്. അതിൽ നമ്മുടെ സ്റ്റാഫുകളുടെ പ്രോഗ്രാം മാക്സിമം കേട്ടോ, നമ്മുടെ സ്റ്റാഫുകൾ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിങ്ങളെല്ലാവരോടും കൂടി ആലോചിച്ചാണ് എല്ലാം ചെയ്യേണ്ടത്. അതിൻ്റെ സപ്പോർട്ടാണ് മാനേജ്മെന്റ് തരുന്നത് കേട്ടോ. നമുക്കൊരു ഹോളൊക്കെ എടുത്തിട്ട് ഗ്രാൻഡ് ആയിട്ട് ചെയ്യാം. ഓണത്തിന് ഇപ്പോഴേ പ്ലാൻ ചെയ്യുവാണ്. നമ്മൾ നേരത്തെ സ്പോർട്സ് ഒക്കെ ചെയ്യുന്നതിൽ അതും ചെയ്യും. 2 ദിവസം, ഒരു ദിവസം നമ്മൾ സ്പോർട്സ് ചെയ്യും, ഒരു ദിവസം നമ്മൾ ആർട്സ് ഒക്കെ ചെയ്ത് ഓണസദ്യ കഴിച്ച് സന്തോഷമായിട്ട് പോകും. എല്ലാവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ അതിപ്പോഴേ നിങ്ങൾ പ്ലാൻ ചെയ്യണം കേട്ടോ. വേറെ എന്താ പറയാനുള്ള, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. നമ്മൾ ഒരു വർഷം തീരുവാണ്, ഇനി അടുത്ത വർഷത്തേക്ക് കിടക്കുവാണ്. ആ വർഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഒക്കെ ഒരു നല്ല വർഷമാവട്ടെ. അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല സർവീസ് കൊടുക്കുക. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ട് അതിൻ്റെ ഫൈനൽസിലേക്ക് നമ്മൾ വരും. അടുത്ത വർഷം 2026 അങ്ങനെ വരും. അത് വരുമ്പോൾ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ മാറ്റങ്ങൾ വരും. നിങ്ങൾക്കും എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും ആശംസ നേരുന്നു. ആശംസകൾ. എല്ലാവരും സന്തോഷത്തോടെയാണ്. എല്ലാവരും ഇവിടുത്തെ സന്തോഷമാണ്. എല്ലാ ആഘോഷങ്ങളുടെയും ഉദ്ദേശം തന്നെ നമ്മൾ സന്തോഷിക്കാനുള്ള അവസരം കണ്ടെത്താനുള്ള ഒരു വേദിയാണ് ആഘോഷങ്ങൾ. ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും റംസാനാണെങ്കിലും ബക്രീദാണെങ്കിലും ഹോളിയാണെങ്കിലും എല്ലാം സന്തോഷവും സന്തോഷം പരത്താനുള്ളൊരു അവസരങ്ങളാണ്. ഈ അവസരങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ നിൽക്കട്ടെ. കാരണം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. അപ്പം യേശു ജനിച്ചിട്ട് BC-യിലാണ് അല്ലേ? എത്രയോ തലമുറകൾ കടന്നുപോയി. നമ്മൾ എത്രയോ വളരെ 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 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. എന്നാലും നമ്മൾ യേശു ഒരു പ്രതീക്ഷയുടെ നക്ഷത്രമായിട്ട് ജനിച്ച് നമുക്ക് എല്ലാവർക്കും പ്രകാശം പകർന്ന, ജീവിതത്തിന് പ്രകാശം തരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതെന്തിനാണ് തന്നെ നമുക്ക് നന്മ ചെയ്യണമെന്നും ജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കണമെന്നും പരസ്പരം ചെയ്യുന്ന സഹായങ്ങൾ പരസ്പരം ചെയ്യണമെന്നും എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതവും വളരെ ക്ഷിപ്രമായിട്ട് പോകുന്ന ക്ഷണപ്രവാചിന്തനം പെട്ടെന്ന് നമ്മൾ പോകുന്ന ആളുകൾ അടുത്ത തലമുറ വരും. അവരും വർഷങ്ങളോളം ഇത് തന്നെ ആഘോഷിക്കുക. അപ്പോൾ നമ്മളുടെ ഉള്ള സമയത്ത് സന്തോഷത്തോടെ ജീവിക്കുക, പരസ്പരം സ്നേഹിക്കുക, സഹായങ്ങൾ ചെയ്യുക. നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്യും. നമുക്ക് കുടുംബവും വേണം. കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഓടുന്നതും അധ്വാനിക്കുന്നതും. ഇവിടെ എല്ലാം കൂടി നിൽക്കുന്നതും എല്ലാം നമ്മൾ അതിൻ്റെ ഓട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ കൂട്ടത്തിൽ ഇതുപോലെ നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ആശംസിക്കുന്നു. You can try, but you'll never know. Live like this and to never show. Roots that never hold, ever grow. I'm running out of places to go.